PV അൻവർ MLA പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് ഇന്ന് പ്രഖ്യാപിച്ചു. KT ജലീലും ഞെട്ടിക്കുന്ന എന്തെങ്കിലും തീരുമാനമെന്ന് പറയുമെന്ന് ആളുകൾ കരുതി. പക്ഷേ ഒരാൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ ആളിന്ന് ഞെട്ടി. അതാരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, PV അൻവർ. അൻവറിൻ്റെ പാർട്ടിയിൽ ആരൊക്കെ ഉണ്ടാകും? കാണാം. അഫ്സൽ തയ്യാറാക്കിയ വാൽക്കാഷണം. LDFിൻ്റെ ഒരു സ്വതന്ത്രൻ പൂർണ്ണമായിട്ടും സ്വതന്ത്രനായപ്പോൾ മൂപ്പർക്ക് തിരക്ക് കൂടുക ചെയ്തത്. എന്നാൽ വേറൊരു സ്വതന്ത്രനുണ്ട്, കുറച്ച് റിലാക്സേഷൻ ആഗ്രഹിക്കുന്ന ഒരു സ്വതന്ത്രൻ. റിലാക്സ് മൂഡിൽ നമുക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അല്ല, നിങ്ങൾക്ക് റിലാക്സ് ആവാൻ ഒരു ചായ എടുക്കട്ടെ? എനിക്കിനി താല്പര്യങ്ങൾ ഒന്നും ഇല്ല. അല്ല, അതെന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം? ഒന്നും വേണ്ടാതെ നിങ്ങൾ എവിടെ പോവാ? ഒരുപാട് യാത്ര ചെയ്യണം. ആ യാത്രയിൽ കണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് സമൂഹത്തോട് പറയണം. ജലീലൊക്കെ യാത്ര പോവാണ്. ഈ യാത്രക്ക് റൂട്ട് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ അവിടെ? കാസർഗോഡ് നിന്ന് ഇങ്ങനെ ആരംഭിച്ച് നമ്മളെ വയനാട്ടിലൂടെ കയറി ഇങ്ങനെ നമ്മളെ നിലമ്പൂർ വഴി കരുവാരക്കുണ്ട്, മേലാറ്റൂർ, പാലക്കാട്, മണ്ണാർക്കാട്, പാലക്കാട്, അങ്ങനെ തൃശ്ശൂരും. അപ്പൊ റൂട്ട് വ്യക്തമായി. അല്ല, ഇതിപ്പോ നിങ്ങൾ ഒറ്റക്കുള്ളൂ, വേറെ ആരും ഇല്ലേ യാത്രയിൽ? എനിക്ക് ഒരാളോടും പ്രതിബദ്ധതയില്ല. അതെങ്ങനെ ജലീൽക്ക് നിങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റണേ? ഒരൊറ്റ മറിയലല്ലേ ഇതിനെല്ലാം കാരണക്കാരൻ അവനൊരുത്തന ആ മാണിക്യം. ഒരൊറ്റ മറിയലല്ലേ? ആര് പറഞ്ഞു എന്ന് ജലീൽക്ക്? അത് ചോദിച്ചാൽ മതി. ഇതിപ്പോ ഇവര് രണ്ടാളും ഒരു വ്യക്തത തരുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട ആരും ഇല്ലേ അവിടെ? ചില പ്രത്യേക ബോധോദയത്തിന്റെ ഭാഗമായി വഴിയിൽ നിന്ന് വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു കൂവിയാൽ, കുറെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞാൽ അതിന്റെ ഭാഗമായി തീരുമാനങ്ങൾ എടുത്തു പോകുന്ന ഒരു പാർട്ടിയല്ല CPIM. നിങ്ങൾ പാർട്ടി 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 എന്ന് പറയുന്ന ആ കമ്മിറ്റി പറയുന്നതാണോ വസ്തുത എന്ന് സ്വയം ആലോചിക്കണം. ജലീൽക്ക് കേട്ടല്ലോ, യാത്ര നമുക്ക് ആ റൂട്ടിലൊന്നും അങ്ങോട്ട് മാറ്റിപ്പിടിച്ചാലോ? PV അൻവറുമായിട്ടുള്ള സൗഹൃദം നിലനിൽക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളോട്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ശക്തമായി വിയോജിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുകയും പൊതുപ്രവർത്തനം തുടരുകയും ചെയ്യും. മുഖ്യനെ മാറ്റാൻ എന്റെ കൂടെ നിൽക്കാമെന്ന് വാക്ക് തന്നതാ തൊമ്മൻ ചാക്കോ. താൻ ആരോണം ഉന്നയിച്ചാൽ മതി, ഞാൻ പിന്തുണച്ചോളാമെന്ന് പറഞ്ഞിട്ട് CPIMന്റെ സഹയാത്രികനായി മുന്നോട്ട് പോകും. എന്നിട്ടിപ്പം മീറ്റിംഗിൽ മുഖ്യന് വേണ്ടി വാദിച്ചിരിക്കുന്നു. റിലാക്സ് മൂഡിൽ നമുക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അല്ല അൻവർക്ക, ഈ റിലാക്സേഷൻ വേണ്ട ഒരു പോട്ടേന്ന്. ഇതൊന്നും വേണ്ടാത്തവരൊക്കെ പാടെ കൂട്ടിപ്പിടിച്ച് നിങ്ങൾക്ക് ഒരു പാർട്ടി ഉണ്ടാക്കിക്കൂടെ? രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. ഇനി പറയാതിരുന്നിട്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. അല്ല, എന്നിട്ട് ഈ മെമ്പർഷിപ്പ് എടുക്കാൻ ആരെങ്കിലും വന്നോ? ഒരാളില്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ഞാൻ പറയും. ഈ മനുഷ്യരെ മുഴുവൻ നേരിടാൻ ഒരാളല്ലേ ഇതുവരെ സംസാരിച്ചിട്ടുള്ളൂ. ആരും വരൂല നിങ്ങൾ വിചാരിക്കണ്ട, നിങ്ങളെ തെരഞ്ഞ ഒരാൾ വന്നിക്കണ്. അപ്പൊ സഖാവ് ആയിഷാത്ത ഒതായില് ഈ പറയുന്ന എന്റെ തറവാട്ടിലെത്തിയിരിക്കുകയാണ്. പോകുന്ന വഴി ഇവിടെ കയറിയതാണ്, പോണ വഴിക്ക് കയറിയതാണ്. എന്തേലും കൊടുക്കണോ ചോദിച്ചോക്കാണി. അപ്പോ ഇന്ന് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടത്തിന് ആയിഷാത്തന്റെ പരിപൂർണ്ണ പിന്തുണ. തീർച്ചയായിട്ടും നേരെ ചോദിച്ചു ഉറപ്പിച്ചിട്ടോ? 100%. ഇനി തർക്കാവോ? നേരെ ചോദിച്ചോളി, പിന്നൊക്കെ വെക്കണ്ട. ഒരു തർക്കമില്ലല്ലോ. ഇല്ല, ആയിഷാത്തക്ക് എന്നെ വിശ്വാസം ഉണ്ടല്ലോ. വിശ്വാസമുണ്ട്. 100% വിശ്വാസം. ഈ നാടിന്റെ ഇത്തരം സംവിധാനങ്ങളെ ആകെ തകിടം മറിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. അതിന്റെ പിന്നിലെ ആരാണ് ഇതൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. ദുഃഖാണ് എല്ലാവർക്കും. അപ്പൊ ഏറെ നാട്ടിൽ നിന്ന് ഇനി ആർക്കൊക്കെയാണ് അൻവർ ഖാന്റെ ഈ അവസ്ഥയിൽ സങ്കടം എന്ന് നമുക്കറിയില്ല. പക്ഷേ ആയിഷാത്താക്ക് കുറച്ച് ദുഃഖമുണ്ട്. ചെറുപ്പക്കാർ കുട്ടികൾ ആരെങ്കിലും ഇനി അങ്ങോട്ട് പോകണുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് പോയിക്കൊള്ളൂ. കാരണം മന്തിയിലൊന്നും അൻവർ ഖാക്ക് വലിയ താല്പര്യമില്ല. എനിക്കിനി താല്പര്യങ്ങൾ ഒന്നും ഇല്ല.